തിരുവനന്തപുരം മാറനല്ലൂരിൽ 3 വയസ്സുകാരി നിലത്ത് വീണതിൽ നടപടി. അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും സസ്പെൻഷൻ. കുഞ്ഞിൻ്റെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, അംഗൻവാടിയിലുള്ള ഒരു കുട്ടി നിലത്ത് വീണ സംഭവം ഇത് മറച്ചുവെക്കാൻ അംഗൻവാടി ജീവനക്കാർ ഒരു ശ്രമം നടത്തി. ഈ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? എന്തായാലും അംഗൻവാടിയിലെ ജീവനക്കാർക്കെതിരെ ഇപ്പോൾ നടപടിയായിട്ടുണ്ടല്ലോ. രശ്മി കാർത്തിക. വിനോദ്, കുഞ്ഞിന്റെ നില ഇപ്പോഴും ഗുരുതരം തന്നെയാണ്. തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിലാണ് കുഞ്ഞിപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത്. അപകടനില തരണം ചെയ്തിട്ടില്ല. തലച്ചോറിൽ ക്ഷതമേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ കഴുത്തില് പിറകിൽ പൊട്ടലുണ്ട്. കഴിഞ്ഞ ദിവസം MRI സ്കാനിംഗ് ഉൾപ്പെടെ എടുത്തിരുന്നു. ഏതായാലും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. ശിശുവികസന വകുപ്പ് അംഗനവാടി വർക്കറെയും ഹെൽപ്പറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഇവർ വീട്ടിൽ പറഞ്ഞ കാര്യം കുഞ്ഞ് കസേരയിൽ നിന്ന് വീണു എന്നുള്ളതാണ്. പക്ഷേ വൈഗയുടെ ഇരട്ട സഹോദരനായ വൈഷ്ണവും ഇതേ അംഗനവാടിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ജനലിൽ നിന്നാണ് വീണത് എന്നുള്ളത് ഇരട്ട സഹോദരൻ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇവരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്. കാരണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 നടന്ന സംഭവമാണ്. കുട്ടി ഇത്തരത്തിൽ വീണിട്ടും ആ വിവരം മാതാപിതാക്കളെ അറിയിച്ചില്ല. അവസാനം വീട്ടിലെത്തിയതിനു ശേഷം പാല് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് നിരന്തരമായി ഛർദ്ദിക്കുകയും കുട്ടിക്ക് വലിയ രീതിയിൽ ഉറക്കെ കരയുകയും ചെയ്തിരുന്നു. പിന്നീട് ഏകദേശം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ ഇരട്ട സഹോദരനായിട്ടുള്ള വൈഷ്ണവ്, അതിന് 3 വയസ്സാണ്, ആ കുട്ടി പറയുന്നത് ഇത്തരത്തിൽ ജനലിൽ നിന്ന് വീണിരുന്നു എന്നുള്ളത്. പിന്നീട് ഈ അംഗനവാടിയിൽ വിളിച്ചു ചോദിച്ച സമയത്ത് അത് പറയാൻ മറന്നുപോയി എന്നുള്ള ഒരു മറുപടിയാണ് ഈ അംഗനവാടി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. അത്തരത്തിലൊരു കുട്ടി വീണെങ്കിൽ അത് കൃത്യമായി തന്നെ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിനുശേഷം സമീപത്തൊരു ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്നുമുള്ള റിപ്പോർട്ടുകൾ വാങ്ങിച്ചതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് എത്തി. അവിടെ കുട്ടി എത്തി ചികിത്സ നൽകിയപ്പോഴേക്കും ഏതാണ്ട് രാത്രി 9:30 മണി കഴിഞ്ഞു. ഉച്ചയ്ക്ക് 12:30 നടന്ന സംഭവമാണ്. ഇത്രത്തോളം ഇവർ കൃത്യസമയത്ത് പറയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം മണിക്കൂറുകൾ വൈകിയത്. അതിനുശേഷം കുഞ്ഞിന്റെ നില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ രാവിലെ വിളിച്ചപ്പോഴും കുഞ്ഞിന്റെ അച്ഛൻ രതീഷ് പറഞ്ഞത്. രതീഷിന്റെയും സിന്ധുവിന്റെയും മകളാണ് 3 വയസ്സുകാരി വൈഗയുടെ ഇരട്ട സഹോദരനാണ് വൈഷ്ണവ്. ഏതായാലും ഇപ്പോൾ ശിശുവികസന വകുപ്പ് അംഗനവാടി വർക്കറെയും ഹെൽപ്പറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിനോദ്. അപ്പോൾ രശ്മി കാർത്തിക, അപ്പോൾ ഈ ചികിത്സ നൽകാൻ വൈകി അത് തന്നെയാണോ പ്രശ്നം? കാരണം കുട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വൈകി തുടങ്ങിയതൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് കാരണമായിട്ടുണ്ടോ രശ്മി? ചികിത്സ നൽകുന്നതിൽ വൈകിയിട്ടില്ല. ഇതിൽ ഈ ഒരു വിവരം, അതായത് കൃത്യസമയത്ത് ഈ വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ രക്ഷിതാക്കൾക്ക് അവരെ ഈ കുഞ്ഞിനെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടി ഇത്ര ഉറക്കെ കരയുന്നത് എന്നുള്ളൊരു കാര്യം ഈ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. 12:30 നടന്ന സംഭവമാണ്. അതിനുശേഷം അച്ഛൻ ഈ കുഞ്ഞിനെ വിളിക്കാൻ അംഗനവാടിയിൽ എത്തുന്ന സമയത്ത് മുഖം നീര് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഉറങ്ങിയത് കൊണ്ടാവാം നീര് വെച്ചത് എന്നുള്ളതാണ് ഈ അച്ഛൻ കരുതിയ ഒരു കാര്യം. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷവും മണിക്കൂറുകളോളം ഇതിങ്ങനെ നിർത്താതെ കരയുന്നുണ്ട്. എന്ത് ഭക്ഷണം കൊടുത്താലും അത് ശബ്ദിക്കുന്നുണ്ട്. പിന്നീട് ഈ ഇരട്ട സഹോദരൻ പറയുന്നതിനനുസരിച്ച് വിളിച്ചു ചോദിച്ചപ്പോൾ, അംഗനവാടിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കസേരയിൽ നിന്നും, ചെറിയ കസേരകളാണ് അടുക്കിയിട്ടിരിക്കുന്നത്, അതിൽ നിന്ന് വീണു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് തലയുടെ പുറകു ഭാഗത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു മുഴ കണ്ടു. പിന്നീട് ഈ വേദന കൊണ്ടാണ് കുഞ്ഞ് കരയുന്നത് എന്നുള്ളത് ഏറെ വൈകി, 5:30-6 മണിയോട് കൂടിയാണ് ഇവർ അറിയുന്നത്. പിന്നീട് അതിനുശേഷം സമീപത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ പരിശോധിച്ചതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. അപ്പോ അത്തരത്തിൽ ഒരു സമയം ഇവർ കൃത്യസമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിന് ചികിത്സ നൽകാമായിരുന്നു. ഇവരിത് കൃത്യസമയത്ത് പറയാതിരുന്നത് കൊണ്ടാണ് ഇത്രത്തോളം സമയം വൈകിയത്. ഏറ്റവും വിഷമം ഉള്ളൊരു വാർത്തയാണ് അല്ലേ? കാരണം വിനോദ്, എന്ത് വിശ്വസിച്ചാണ് ഇത്തരം ഇങ്ങനെ കുട്ടികളെ അംഗനവാടിയിലേക്ക് അയക്കേണ്ടതെന്ന് പോലും മാതാപിതാക്കൾ ചിന്തിച്ചു പോകുന്ന ഒരവസരം കൂടിയാണ്. ഇനി പറഞ്ഞാൽ പ്രശ്നമാകുമോ, പറഞ്ഞാൽ തങ്ങളുടെ ജോലിയെ ബാധിക്കുമോ, അതൊക്കെയാണ് അവർ ആദ്യം ചിന്തിച്ചത്. അതുകൊണ്ടാവാം അത് മാതാപിതാക്കളെ കൃത്യമായി വിവരം അറിയിക്കാതെ പോയതും. ആ കുട്ടിയെ എന്തായാലും ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയുന്നു. അംഗൻവാടി ജീവനക്കാർക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്.